കോഴിക്കോട് ദേശീയപാത 66-ലെ 6-വരി പാതയിലൂടെ ചീറിപ്പാഞ്ഞ് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും നിരോധനം മറികടന്നാണ് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത്. ഒരേ ദിശയിൽ 3 വരികളിലൂടെയും ഇരുചക്ര വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. ഹെൽമറ്റ് പോലും ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ബൈപ്പാസിലൂടെ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പാലിക്കാൻ ആരും തയ്യാറല്ല എന്നതാണ് സിനോജ് തോമസ് തന്നെ എന്റെ ഓർമ്മയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മേൽപ്പാലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ തരത്തിൽ നിയമലംഘനം നടത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് പരിശോധിക്കപ്പെടുന്നില്ല എന്നത് ഒരു കാര്യം, നിയമം ലംഘിക്കാൻ ആർക്കും യാതൊരു മടിയുമില്ല എന്നത് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും അതോ നമ്മൾ തന്നെ ഇതിനു മുൻപ് ദൃശ്യങ്ങൾ സഹിതം തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് RTI ഉൾപ്പെടെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിച്ചതുമാണ്. അതായത് ദേശീയപാതയിൽ സർവീസ് റോഡ് ഉള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായും ഇരുചക്ര വാഹനങ്ങളും ഒപ്പം ഓട്ടോറിക്ഷകളും ആ സർവീസ് റോഡ് തന്നെ ഉപയോഗിക്കണം, 6 വരിയിൽ കയറാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയതാണ്. മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരും ഓട്ടോറിക്ഷകളും ഈ 6 വരി പാതയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത്. നിലവിലെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയത് രാമനാട്ടുകരയ്ക്ക് സമീപമുള്ള സേവാമന്ദിരം പാറമൽ ഭാഗത്തു നിന്നാണ്. അവിടെ ഇരുവശങ്ങളിലും നല്ല വീതിയുള്ള 2 വശങ്ങളിലേക്കും സർവീസ് റോഡുകളുണ്ട്. ആ സർവീസ് റോഡുകൾ പ്രയോജനപ്പെടുത്താതെയാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും യഥേഷ്ടം 6 വരി പാതയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത്. ഇരുചക്ര വാഹനങ്ങളാണ് അമിത വേഗതയിൽ പാഞ്ഞു പോകുന്നത്. അതിൽ ചില ബിരുദന്മാർ ഹെൽമറ്റ് പോലും ധരിക്കാതെയാണ് വലിയ വേഗതയിൽ ഈ 6 വരി പാതയിലൂടെ പോകുന്നത്. 3 വരി ഒരേ ദിശയിലേക്ക് 3 വരിയിലൂടെയും ഒരേ സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ പോകുന്നതായി നമ്മൾ കണ്ടു. അതായത് ഇടതുവശത്തൂടെ മാത്രമല്ല നടുവിലൂടെ 100 കിലോമീറ്റർ വേഗതയിൽ കാറുകൾ ചീറിപ്പാഞ്ഞതിനിടയിലൂടെയാണ് നടുവിലെ വരിയിലൂടെ ഒപ്പം തന്നെ ഓവർടേക്കും ആംബുലൻസ് ട്രാക്കിന് ഇടയിലൂടെയൊക്കെ തന്നെ ഇത്തരത്തിൽ ബൈക്കുകൾ പോകുന്നത് നമ്മൾ കണ്ടത്. ഏതായാലും അപകടം വരുത്തി വെക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. മറ്റ് വലിയ വാഹനങ്ങൾക്ക് പോലും ഇത് അപകടം വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. കാരണം വലത്തോട്ട് ഇടത്തോട്ട് വെട്ടിക്കുന്ന സമയത്തായിരിക്കും മറ്റ് ട്രാക്കുകളിലൂടെ വരുന്ന വാഹനങ്ങൾ കൂടി ഈ വാഹനത്തിൽ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് അപകടം വരുത്തി വെച്ച ശേഷം ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അത് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ക്യാമറകളുണ്ട്. ആ ക്യാമറ ദൃശ്യങ്ങൾ ട്രാഫിക് പോലീസ് ശേഖരിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അത്തരത്തിൽ ശേഖരിച്ച് നോട്ടീസ് അയച്ചിട്ട് പോലും ഇത്തരത്തിൽ ധാരാളം ആളുകളാണ് നിയമം ലംഘിച്ചുകൊണ്ട് 6 വരി പാതയിലൂടെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടുള്ള ഓഫീസ് ടൈമുകളിലാണ് ഇത്തരത്തിൽ ബൈക്കുകൾ കൂടുതലായും ദേശീയപാതയിലൂടെ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച കോഴിക്കോട് ദേശീയപാത 66 ബൈപ്പാസാണ്. അതുവഴിയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. മാധു, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. 6 വരി പാതയിലാണ് നിരോധനം മറികടന്നുകൊണ്ട് ഇരുചക്ര വാഹനങ്ങളും അതുപോലെ ഓട്ടോറിക്ഷകളും അടക്കം പോകുന്നത്. ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടില്ല, ശരിയാണ്. പക്ഷേ എന്നാലും അത് പാലിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. അതൊന്നുമില്ലാതെ ബൈക്കുകൾ എങ്ങനെയാണോ സാധാരണ വഴിയിലൂടെ പോകുന്നത് അതുപോലെ മാറിക്കയറി പോകുന്നതും ഇടയിലൂടെ ഇങ്ങനെ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുക എന്നതാണ്. എന്തിനാണ് ഇത്രയും വലിയ ഗതാഗത സൗകര്യം ഒരുക്കുന്നത്? നമുക്ക് ഈ പറയുന്ന സമയനഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ റോഡുകളെയും പോലെ യാതൊരു തരത്തിലുള്ള ലൈൻ മാനദണ്ഡങ്ങളും പാലിക്കാതെ മുന്നോട്ട് പോകാനാണെങ്കിൽ, ഇത്രയേറെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനാണെങ്കിൽ എന്തിനാണ് ഈ കോടികൾ ചെലവഴിച്ച് ഇത്രയും നല്ല ഗതാഗത സൗകര്യം ഉണ്ടാക്കി വെക്കുന്നത് എന്നതാണ് അറിയാത്തത്.